ശ്രീ ജാവേദ് ബിൻ ഹമീദ് കുവൈത്തിലാണല്ലോ ഉള്ളത്. കുവൈത്തിൽ നിന്ന് വന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 3 F-15 വിമാനങ്ങൾ, അമേരിക്കയുടെ 3 പോർ വിമാനങ്ങൾ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഫ്രണ്ട്ലി ഫയർ ആയിരുന്നു എന്ന് അമേരിക്ക പറയുന്നു. കുവൈത്തിന്റെ തന്നെ എയർ ഡിഫൻസ് സംവിധാനത്തിൽ തട്ടിയാണ് അമേരിക്കയുടെ നിരവധി പോർ വിമാനങ്ങൾ എന്നാണ് കുവൈത്ത് പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. ഒപ്പം ഇന്നത്തെ അവിടുത്തെ സാഹചര്യം എന്താണ്? ഇറാനിൽ നിന്നുള്ള ആക്രമണം ടോളറേറ്റ് ചെയ്യാവുന്ന നിലയിലാണോ? എന്താണ് അവിടെ നിന്ന് നേരിട്ടുള്ള അനുഭവം? തീർച്ചയായും ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു പുലർച്ചെ സമയം മുതൽ ഏകദേശം ഒരു 3:30 ആ സമയം മുതൽ ഒരു 6:30 ആ ഒരു സമയത്ത് തുടർച്ചയായ സൈറണും മറ്റുമൊക്കെ ആയിട്ടായിരുന്നു കുവൈത്തിന്റെ ഇന്നത്തെ പകൽ. അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു എന്ന് ആൾക്കാർക്ക് പല രീതിയിലുള്ള ഭയവുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കുന്നത്. എന്നിരുന്നാലും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നൽകുന്ന ഈ ആത്മവിശ്വാസം അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ധൈര്യം. പിന്നെ ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ജനജീവിതത്തെയോ മറ്റോ സാരമായി ഇവിടെ ബാധിച്ചിട്ടില്ല. ആക്രമണങ്ങൾ ഇല്ല എന്നല്ല, എന്നിരുന്നാലും ചില ഡ്രോൺ ആക്രമണങ്ങളും അതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ആണുള്ളത്. ഇടയ്ക്കൊക്കെ സൈറൺ അലാം വരുന്നുണ്ട്. എങ്കിൽ പോലും ജനങ്ങളൊന്നും വലിയ പരിഭ്രാന്തിയിലല്ല. കാരണം മുൻകാല ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ രാജ്യം തരുന്ന ഒരു സുരക്ഷ, അതാണ് ഈ നാട്ടിൽ ഇപ്പോൾ ജീവിച്ചു പോകാൻ നമുക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം. അല്ലാതെ ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവിടെ കൂടുതലായി ജനജീവിതത്തെ ബാധിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ കുവൈത്തിൽ നിലവിലില്ല. പുറത്തേക്ക് ഇറങ്ങാനും മറ്റുമൊക്കെയുള്ള നിയന്ത്രണങ്ങളുണ്ടോ, അതോ സാധാരണ നിലയിൽ പോകുന്നത് പോലെ തന്നെ പോകാം? സാധാരണ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ആഭ്യന്തര മന്ത്രാലയം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പല നിർദ്ദേശങ്ങളും തരുന്നുണ്ട്. അനാവശ്യമായിട്ട് ആരും തന്നെ പുറത്തു പോകരുത്, അനാവശ്യമായിട്ട് കറങ്ങി നടക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ യാതൊരു ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇതുവരെ കുവൈത്തിൽ ഉണ്ടായിട്ടില്ല.